ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പടവലങ്ങ വെച്ചിട്ട് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണ ഈ പടവലങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പടവലങ്ങ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇപ്പോൾ പടവലങ്ങ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം നുറുക്കിയെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 12 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 12 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എരിവായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് വല്ലാണ്ട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൻ്റെ താഴെയായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പടവലങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് പടവലങ്ങയിൽ വെള്ളം ഉണ്ടാവും, എന്നാലും ചട്ടി ആയതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പടവലങ്ങ ഒന്ന് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ പടവലങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കപ്പ് തൈര്, പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈര് അല്ലെങ്കിൽ മോര് എടുക്കാം, പുളിയുള്ളത് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പടവലങ്ങയിലേക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളി എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ മുളകൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മുളകിന് വേണ്ടിയിട്ട് പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ തൈരൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ കറിയുടെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് തൈരൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിൽ ഇരുന്ന് തന്നെ ചൂടാവും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു പാനിൽ കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കളറും കിട്ടും കറിക്ക്. ഇത് കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച ശേഷം കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണ, തേങ്ങയൊന്നും ചേർക്കാത്ത, ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റണ ഒരു പടവലങ്ങ കറിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്